കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ. നാം പുതുവർഷത്തിന്റെ പ്രാരംഭ ദിനങ്ങളിൽ തന്നെ ആയിരിക്കുകയാണ്. യേശുവിനെ പോലെ ആകുവാനുള്ള ഒരു വാഞ്ചയും ആഗ്രഹവും നമ്മെ ഈ ദിവസങ്ങളിൽ വീണ്ടും ആത്മാവിൽ ശക്തരാക്കി തീർക്കുന്നു എന്നുള്ളത് വളരെ വാസ്തവമാണ്. ഈ പുതിയ വർഷത്തിൽ യേശുവിനോടൊപ്പം, യേശുവിനെ പോലെ, യേശുവിന് വേണ്ടി, വിത്ത് ജീസസ്, ലൈക്ക് ജീസസ്, ഫോർ ജീസസ്, വളരെ ആഴമേറിയ ഒരു ക്രിസ്തീയത, ക്രിസ്തു സമാനത, ക്രൈസ്റ്റ് ലൈക്ക്നെസ്, ക്രിസ്തുവിനെ പോലെ ആയിത്തീരുവാനുള്ള ഒരു താല്പര്യം, ഇതായിരിക്കട്ടെ നമ്മുടെ ഈ ദിവസങ്ങളെല്ലാം ചിന്താവിഷയങ്ങൾ. നമ്മുടെ ആഗ്രഹവും ലക്ഷ്യവും ഇത് മാത്രമായിരിക്കട്ടെ. എനിക്ക് വേണ്ടി യേശു എന്നുള്ളതല്ല, യേശുവിന് വേണ്ടി ഞാൻ എന്നുള്ള ഒരു ചിന്ത നമ്മെ മുൻപോട്ട് നയിക്കട്ടെ. അപ്രകാരമുള്ള ഒരു ആഴമായ ക്രിസ്തീയ അനുഭവം നമുക്കുണ്ടാകുവാൻ നമുക്ക് ഒരുമിച്ച് തുടർന്നുള്ള ഭാഗങ്ങൾ പ്രാർത്ഥനയോടെ ചിന്തിക്കാം. പ്രിയമുള്ളവരെ, ക്രിസ്തുമായുള്ള ബന്ധത്തിൽ നിങ്ങൾ മുൻപോട്ട് പോകുവാൻ തീരുമാനിക്കുമ്പോൾ ഈ ലോകം നിങ്ങളെ എതിർക്കും. കാരണം ലോകത്തിന് ക്രിസ്തുമായി യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ വളരെ ആഴമുള്ള ഒരു ഡീപ്പർ ലൈഫ് എക്സ്പീരിയൻസിലേക്ക് പോകുവാൻ നിങ്ങൾ വെമ്പൽ കൊള്ളുമ്പോൾ നിങ്ങളുടെ ജഡം, നിങ്ങളുടെ സ്വയം നിങ്ങളെ എതിർക്കും. ക്രിസ്തുമായുള്ള ബന്ധത്തിൽ നിങ്ങൾ ഉയരങ്ങളിലേക്ക്, ആത്മീയ ഔന്നത്യങ്ങളിലേക്ക്, ഉയർന്ന വെളിപ്പാടിലേക്ക്, അല്ലെങ്കിൽ ആത്മമണ്ഡലങ്ങളിലേക്ക് നിങ്ങൾ ഉയരുവാൻ ശ്രമിക്കുമ്പോൾ പൈശാചിക വാഴ്ചകൾ, അധികാരങ്ങൾ, സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മ സേനയുടെ ആ കർത്തൃത്വം നിങ്ങളെ എതിർക്കും. മുൻപോട്ട് പോകുമ്പോൾ ലോകവും, ആഴങ്ങളിലേക്ക് പോകുമ്പോൾ ജഡവും, ഉയരങ്ങളിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ പിശാചും, സാത്താൻ, അതാണ് ആകാശത്തിൽ അധികാരം. വിത്ത് കൊത്തിയെടുത്തോണ്ട് പോകുന്ന, ആകാശത്തുനിന്ന് പറന്നു വരുന്ന പറവകൾ, സാത്താൻ വന്ന് വിത്തെടുത്തു എന്നൊക്കെ നാം സുവിശേഷത്തിൽ കാണുന്നു. പിശാച് മിന്നൽ പിണര് പോലെ വെട്ടേറ്റ് നിലത്ത് വീണു. പാർശ്വദേശത്തിന്റെ പ്രഭു എന്നൊക്കെ നാം വേദപുസ്തകത്തിൽ വിവിധ ഭാഗങ്ങളിൽ പഠിക്കുകയാണ്. എഫെസ്യർ 6-ാം അധ്യായത്തിൽ സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മ സേന എന്ന് നാം വായിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ പഠനങ്ങൾ നിങ്ങളെ യേശുവിനെ പോലെ ആക്കുവാൻ സഹായകരമായിട്ട് ഇന്ന് നമുക്ക് ചിന്തിക്കാനുള്ള ഭാഗം കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 6-7 വാക്യങ്ങളാണ്. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പി, അവനിൽ വേരൂന്നി ആത്മീയ വർധന പ്രാപിച്ചു, നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പി. നാം വായിച്ചത് കേട്ടത് കൊലോസ്യ ലേഖനം 2-6-7 വാക്യം. അതിനോടനുബന്ധിച്ച് മറ്റൊരു വാക്യം കൂടെ നമുക്ക് എബ്രായ ലേഖനം 6-ാം അധ്യായം 19-20 വാക്യങ്ങൾ വായിക്കും. ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ. അത് നിശ്ചയവും സ്ഥിരവും തിരശ്ശീലയ്ക്കകത്തേക്ക് കടക്കുന്നതുമാകുന്നു. അവിടേക്ക് യേശു മൽക്കീസദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുമ്പ് കൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കും. 2 വസ്തുതകൾ നമുക്കിവിടെ കാണാവുന്നതാണ്. ഒന്ന്, ക്രിസ്തുവിൽ വേരൂന്നിയുള്ള ജീവിതം, ടു ബി റൂട്ടഡ് ഇൻ ക്രൈസ്റ്റ്. 2, യേശുവിൽ നങ്കൂരമൂന്നിയ ജീവിതം, ടു ബി ആങ്കേർഡ് ഇൻ ജീസസ്. വേരൂന്നിയ ജീവിതം എന്ന് പറയുമ്പോൾ ആഹാരം വേരിൽ കൂടിയാണല്ലോ വലിച്ചെടുക്കുന്നത്. അപ്പോൾ ആത്മീയമായി പരിപോഷിപ്പിക്കപ്പെടുന്നു, നാം ആത്മീയമായി വളരുന്നു. അവനിൽ വേരൂന്നി മേൽക്കുമേൽ ആത്മീയ ചൈതന്യം പ്രാപിച്ച് നാം വളരുന്നു. വേർ വൃക്ഷത്തിന്റെ ആകമാന പോഷണത്തിന് മുഖാന്തരമായി തീരുന്നു. വേരാണല്ലോ സ്ഥിരത ഉളവാക്കുന്നത്. വൃക്ഷത്തെ പിടിച്ചു നിർത്തുന്ന പ്രധാന ഘടകം നാം കാണാത്ത മണ്ഡലങ്ങളിലുള്ള ആഴങ്ങളിലേക്ക് പോയിരിക്കുന്ന വേരുകളാണ്. അതുപോലെ നാമും ദൈവവചനത്തിൽ നിന്ന് ആത്മീയ പോഷണം പ്രാപിക്കണം. പ്രിയമുള്ളവരെ, സ്ഥിരത എന്ന പദത്തിന്റെ പര്യായമാണ് നങ്കൂരം. കടലിൽ കൊടുങ്കാറ്റടിച്ച് കപ്പലുകൾ ഒഴുകിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് നല്ല ഉറപ്പും ബലവുമുള്ള നങ്കൂരമിടുന്നത്. അതുകൊണ്ട് കാറ്റടിച്ചാൽ കപ്പൽ ഉലയുകയില്ല. ഊർജത്താലാണോ കപ്പൽ അവിടെ നിലനിൽക്കുന്നത്? ഒരിക്കലുമല്ല. പ്രത്യുത നങ്കൂരത്തിന്റെ ബലത്തിലാണ്. ജീവിതത്തിന് നേരെ വിവിധ രീതിയിലുള്ള കൊടുങ്കാറ്റടിക്കുമ്പോൾ നമ്മുടെ നങ്കൂരത്തിന് ബലമുള്ളത് കൊണ്ട് നമുക്ക് ആടി ഉലയാതെ നിലനിൽക്കുവാൻ കഴിയുന്നു. യേശുവിനോടൊപ്പം ജീവിപ്പാൻ പ്രിയമുള്ളവരെ, യേശു തന്നെ നമ്മെ സഹായിക്കുന്നു. കാരണം നാം നങ്കൂരമിട്ടിരിക്കുന്നത് ക്രിസ്തുവിലാണ്. Our lives are anchored during various kinds of storms of life. Our anchor is both sure and steadfast. നമ്മുടെ നങ്കൂരം ദൃഢവും ഭദ്രവുമായ നങ്കൂരമാണ്. പ്രിയമുള്ളവരെ, അവിടെയാണ് നാം ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അത് ക്രിസ്തുവിലാണ്. ആങ്കേർഡ് ഇൻ ക്രൈസ്റ്റ് ആൻഡ് റൂട്ടഡ് ഇൻ ക്രൈസ്റ്റ്. നാം ചിന്തിച്ചതുപോലെ നങ്കൂരം ക്രിസ്തുവിലും, അപ്പോൾ തന്നെ നാം വേരൂന്നിയിരിക്കുന്നത് യേശുവിലും. അതുകൊണ്ട് ജീവിതത്തിന് നേരെ ആഞ്ഞടിക്കുന്നതുമായ ഏത് കൊടുങ്കാറ്റാണെങ്കിലും, എത്ര വലിയ തിരകളാണെങ്കിലും, അതിന്റെ മധ്യത്തിൽ നമുക്ക് ഉറപ്പോടെ ഉറച്ചു നിൽക്കാൻ കഴിയും. യേശുവിനോടൊപ്പമുള്ള ജീവിതം നയിക്കുവാൻ പലവിധത്തിലുള്ള പോരാട്ടങ്ങളും പ്രതികൂലങ്ങളും ഉള്ളതായ ഈ ലോക ജീവിതത്തിൽ ദൃഢവും ഭദ്രവുമായ നങ്കൂരമായി യേശുവിനുള്ള വിശ്വാസം നമ്മെ നിലനിർത്തുന്നു. അതുകൊണ്ട് യേശുവിനോടൊപ്പമുള്ള ഈ ജീവിതം ദുസ്സഹമായി ഒരിക്കലും തോന്നേണ്ടതില്ല. നാം സ്വന്തം ബലത്തിലല്ല, നങ്കൂരത്തിന്റെ ബലത്തിലാണ് നാം നിലനിൽക്കുന്നത്. യേശുവിനോടൊപ്പമുള്ള ജീവിത ശൈലിയിൽ അനേകം പ്രത്യേകതകളുണ്ട്. ഒരു പ്രത്യേകത നമ്മുടെ കർത്താവിനോടുള്ള
അടുപ്പമാണ്. വൺ ഓഫ് ദ ആസ്പെക്ട്സ് ഓഫ് ലിവിംഗ് വിത്ത് ജീസസ് ഈസ് ദ ഇന്റിമസി വിത്ത് ഗോഡ്. ആഴമായ ജീവിതശൈലി എന്ന് പറഞ്ഞാൽ യേശുവിനോട് കൂടെയുള്ള ജീവിതത്തിന്റെ ആഴമായ അനുഭവം.